ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാവിൽ വെള്ളമൂറും വെങ്കായം, അതായത് സവാള അച്ചാറാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിനായിട്ട് 2 സവാള ഞാനിവിടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിലത്തെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള മറ്റൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ഇതുപോലെ ലെയറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്കിത് ഒത്തിരി ദിവസം കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് അച്ചാറൊക്കെ തയ്യാറാക്കുന്ന എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. ഇനി ഒരു വറ്റൽമുളക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ സവാളയുടെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റൗ ഞാനിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് സ്വല്പം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഒരു താളിപ്പ് നമുക്ക് സവാളയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് സവാളയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം 2 സെക്കൻഡിൽ തന്നെ നമുക്ക് സവാള അച്ചാർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അത്യാവശ്യം വിനാഗിരി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ 2 ദിവസമൊക്കെ നമുക്കിത് പുറത്ത് വെച്ചിരിക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു ചില്ലിൻ്റെ ബോട്ടിലിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കുന്ന സമയത്തും ചപ്പാത്തി കഴിക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് എടുത്തിട്ട് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ സവാള അരിയുന്നതിൻ്റെ ആ ഒരു സമയം മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് കഴിക്കാവുന്നതാണ്. കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മുളക് പൊടിക്ക് കളറില്ലെന്നേ ഉള്ളൂ, നല്ല എരിവാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.